കരിമണി. അതെ, ഞാനിത്തിരി കറുത്തതാ. അതിന് ശ്രീയേട്ടൻ എന്താ നഷ്ടം? പറഞ്ഞു തീർന്നതും നന്ദിതയുടെ സർവ്വനിയന്ത്രണവും കൈവിട്ടതും ഒരുമിച്ചായിരുന്നു. ഉള്ളിലെ അപകർഷതാബോധം അവളുടെ കണ്ണുകളിലൂടെ പെയ്തിറങ്ങി. ഓ, പെണ്ണിനപ്പോഴേക്കും മനസ്സിൽ കൊണ്ടോ കരിമണി? ഉറക്കെ ചിരിച്ചുകൊണ്ട് ശ്രീനാഥ് മുന്നിൽ നിന്ന് പോയപ്പോഴാണ് നന്ദിതയ്ക്ക് ബോധം വന്നത്. ഈശ്വര, താൻ ശ്രീയേട്ടനോട് ദേഷ്യപ്പെട്ടു. വേണ്ടിയിരുന്നില്ല. സുഭദ്രയപ്പ അറിഞ്ഞാൽ ഇനി അത് മതി ഇന്നത്തേക്ക് കലഹത്തിന്. എന്നാലും എത്രയെന്ന് വെച്ചാൽ സഹിക്കുന്നത്? വേറെ ആര് പരിഹസിച്ചാലും തനിക്ക് ഇത്രയും വിഷമം വരില്ലായിരുന്നു. പക്ഷെ ശ്രീയേട്ടൻ. അടുത്തിടെയാണ് ശ്രീയേട്ടനും തന്നെ ഈ നിറത്തിനെ വെച്ച് കളിയാക്കാൻ തുടങ്ങിയത്. കുട്ടിക്കാലം മുതൽക്ക് ഹൃദയത്തിൽ ഇടം പിടിച്ചതാണ്. ഒളിച്ചു നിന്ന് നോക്കി കൊതിച്ചിട്ടേ ഉള്ളൂ എന്നും. കാരണം തനിക്ക് വിലക്കപ്പെട്ട കനിയാണിതെന്ന് മറ്റാരേക്കാളും നന്നായി നന്ദിതയ്ക്കറിയാം. ആരെ ഓർത്ത് നിൽക്കൂ വാസത്തെ? പാല് തിളച്ച് തൂക്കിയത് കണ്ടില്ലല്ലോ. സുഭദ്രയുടെ ശഹാരമാണ് നന്ദിതയുടെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. അതേ, മരിച്ചുപോയ നിൻ്റെ അമ്മയല്ല ഇവിടെ ചിലവിന് തരുന്നത്. എൻ്റെ കുഞ്ഞ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ നീ ഇങ്ങനെ സ്വപ്നലോകത്തൊഴുക്കി കളയുന്നത്. കൺമുമ്പിൽ നിന്ന് പൂടി കരിവണ്ടേ. സുഭദ്ര കോപത്തോടെ നന്ദിതയുടെ കർണത്തടിച്ചു. എന്നെ എന്തു വേണേലും പറഞ്ഞോളൂ സുഭദ്രപ്പേ, അമ്മ ഇതിലേക്ക് വലിച്ചഴിക്കല്ലേ. നന്ദിതയുടെ ശബ്ദം കണ്ണീരിൽ മുങ്ങിപ്പോയിരുന്നു. പുറത്തേക്ക് ഒരക്ഷരം പോലും വന്നില്ല. ഒന്നുറക്കെ സംസാരിച്ചാൽ പോലും ചിലപ്പോൾ പൊടിപ്പും തൊങ്ങലും ചേർത്ത് അമ്മാവനോട് പറഞ്ഞാലായി. തന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കാൻ ഒരു കാരണം നോക്കി നടക്കുന്ന സുഭദ്രവയ്ക്ക് താനായിട്ടൊരവസരം ഉണ്ടാക്കി കൊടുക്കണ്ട. രാഘവമാവൻ പാവമാണ്. ഒരിക്കൽ പോലും നിറത്തിൻ്റെ പേരിൽ അകറ്റി നിർത്തിയിട്ടില്ല. കുട്ടിക്കാലം മുതൽക്ക് കൂട്ടുകൂടി കളിച്ചു നടന്ന ശ്രീയേട്ടൻ എന്താ പറ്റിയെന്ന് മാത്രം അറിയില്ല. കണ്ണ് നിറഞ്ഞു വരുന്നത് തുടച്ചുകൊണ്ട് നന്ദിത അടുക്കളപ്പുറത്തേക്ക് ഓടിപ്പോയി. ചായ്പിനോട് ചേർന്നാണ് അവളുടെ മുറി. വാതി തുറന്ന് അവൾ അകത്തേക്ക് കയറി. കയറ്റുകെട്ടിലിന് താഴെ ഒളിച്ചു വെച്ചിരുന്ന പഴയൊരു തകരപ്പെട്ടി വലിച്ച് പുറത്തേക്കെടുത്തു. പഴയ ഓർമ്മകളാണ്. പൊടി മൂടി അതിൽ പൂഴ്ത്തി വെച്ചിരിക്കുന്നു. ഇത്രയും വലിയ വീട്ടിൽ വേറെ സ്ഥലമില്ലാഞ്ഞിട്ടാണോ ഉള്ള ചിലന്തികളെല്ലാം ഇതിൽ പാർക്കാൻ കൂടിയേക്കുന്നത്? ആരോടെന്നല്ലാതെ പറഞ്ഞുകൊണ്ട് നന്ദിത ചിലന്തി വലകൾ ഒന്നൊന്നായി മാറ്റിക്കൊണ്ടിരുന്നു. പഴകിത്തുടങ്ങിയ ധാവണികൾ ഓരോന്നായി വെളിയിലേക്ക് എടുത്തിട്ടു. അല്പപ്രാണികൾക്ക് ഇടക്കൊടുക്കാതെ തുണിത്തുണ്ടുകൾക്കിടയിൽ പ്രാണനെപ്പോലെ സൂക്ഷിച്ച ആ ഫോട്ടോ ഫ്രെയിം വെളിയിലേക്കെടുത്തു. ചിരിച്ചോണ്ട് നിൽക്കുവാ അല്ലേ അച്ഛേ? ചിരിച്ചോളൂ കേട്ടോ. അച്ഛയുടെ നന്ദൂട്ടിക്ക് ഇവിടെ സുഖമാ. അമ്മ എന്നെ ഓർത്തവിടെ അടുത്തിരിപ്പുണ്ടാവും അല്ലേ അച്ഛേ? അമ്മയോട് പറയണം നന്ദൂട്ടി അമ്മയെ എന്നും ഓർക്കുന്നു. സുഭദ്രയപ്പ എന്നെ വഴക്കു പറയുമെങ്കിലും രാഘവമാവും പാവാട്ടോ. എന്നെ മോളെപ്പോലെയാണ് നോക്കുന്നത്. പിന്നെ ശ്രീയേട്ടൻ എന്നെ എപ്പോഴും കരിമണിന്ന് വിളിച്ച് കളിയാക്കുക. എന്നാലും കുഴപ്പമില്ല കേട്ടോ, ഒറ്റ മോനല്ലേ, അതിൻ്റെ വമ്പത്തരമൊക്കെ ഉണ്ട്. അമ്മ വരട്ടെ. അമ്മയുടെ ശ്രീക്കുട്ടിന് കുറുമ്പ് കൂടുതലാണെന്ന് പറഞ്ഞ് ആ ചെവി പിടിച്ച് പൊന്നാക്കിക്കണോ എനിക്ക്. പെട്ടെന്ന് നന്ദിതയുടെ തേങ്ങലുണ്ട്. നാലും എന്തിനാ അച്ഛൻ എന്നെ വിട്ടുപോയത്? എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എന്തിനാ? എവിടെ പോയാലും നമ്മൾ ഒരുമിച്ചല്ലേ പോയിട്ടുള്ളൂ. പിന്നെന്തിനാ അന്ന് എന്നെ കൂട്ടാണ്ട് അച്ഛയും അമ്മയും സ്വർഗത്തിലോട്ട് പോയത്? എന്നെ ഈ ഭൂമിയിലെ നരകത്തിലിട്ടിട്ട് സ്വർഗത്തിലിരുന്ന് സുഖിക്കുമല്ലേ? എന്നാലും നന്ദൂട്ടിക്ക് പരാതിയില്ല. ഒട്ടും നിവൃത്തിയില്ല അച്ഛാ, മോളും അങ്ങോട്ടേക്ക് പോരും. നിറം മങ്ങിത്തുടങ്ങിയ തൻ്റെ ധാവണിക്കസൂ കൊണ്ട് നന്ദിത ആ ഫോട്ടോ ഫ്രെയിം അമർത്തി തുടിച്ചു. വിടർന്ന ചിരിയുമായി അവളെ തന്നെ നോക്കി നിൽക്കുന്ന ആ മുഖങ്ങളിൽ മാറി മാറി ഉമ്മ വെച്ചു. യു വേർ ദി ഷാഡോ ടു മൈ ലൈഫ്. ഡിഡ് യു ഫീൽ അസ്? ഈ ശ്രീയേട്ടനെ കൊണ്ടൊരു രക്ഷയുമില്ലല്ലോ ഈശ്വര. കഴിഞ്ഞ ആഴ്ചയാണ് ദുബായിൽ നിന്ന് വന്നേ. അന്ന് മുതൽ ഗോവണി കഴിഞ്ഞുള്ള കിഴക്കേമുറിയുടെ മുന്നിലൂടെ നടക്കുമ്പോൾ കാതിലേക്ക് തുളച്ചു കയറും ഈ വെള്ളക്കാരുടെ ഓരോരോ മൂളലുകൾ. എന്താ ഇതിലിപ്പോൾ ഇത്രയും ആസ്വദിക്കാനുള്ളത്? നന്ദിതയ്ക്കൊന്നും മനസ്സിലായില്ല. ഇതൊക്കെ എങ്ങനെ ആസ്വദിക്കാൻ പറ്റണേ?
അല്ലെങ്കിലും BA മലയാളം പഠിച്ച് പാതി വഴി നിർത്തി തനിക്ക് ഈ ഭാഷ വല്ലതും മനസ്സിലാവുമോ? അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. നന്ദിത ചെറു പുഞ്ചിരിയോടെ പാടിക്കൊണ്ടിരുന്നു. കരളിൽ എങ്ങനെയാ പൂക്കൾ വിരിയുകയച്ചേ? അപ്പോൾ അതിനൊക്കെ ആരായി വെള്ളം കൊടുക്കണേ? നിർമ്മല ടീച്ചർ പറഞ്ഞിട്ടുണ്ടല്ലോ, പൂക്കൾ വിരിയണേ വെള്ളവും സൂര്യപ്രകാശവും വേണമെന്ന്. ഉമ്മറത്തെ കോലയിലിരുന്ന് പാടിക്കൊണ്ടിരുന്ന അച്ഛൻ്റെ കണ്ണുകളെ പൊത്തിക്കൊണ്ട് പിന്നിൽ നിന്ന് കൊച്ചു നന്തൂട്ടിയ നന്ദിത ഒരു നിമിഷം ഓർത്തു. അവളുടെ കുഞ്ഞിളം കൈകളെ മെല്ലെ ചുംബിച്ചുകൊണ്ട് അച്ഛൻ കൈപിടിച്ചു മടിയിലിരുത്തി മുടിയിഴകളെ മെല്ലെ തലോടിക്കൊണ്ട് പറഞ്ഞു, ആരാ പറഞ്ഞേ നന്തൂട്ടിയുടെ കരളിൽ പൂക്കൾ വിരിയില്ലാന്ന്? നിർമ്മല ടീച്ചർ നിഷ്കളങ്കമായി മെല്ലെ കണ്ണു ചിമ്മിക്കൊണ്ട് അവൾ പറഞ്ഞു. നിർമ്മല ടീച്ചറിന് കരളിലെ പൂക്കളിനെക്കുറിച്ച് അറിയില്ല കേട്ടോ. നന്തൂട്ടിയുടെ മുഖം വാഗ പൂക്കും പോലെ ചുവന്നു. അച്ഛേ, നിർമ്മല ടീച്ചറിന് എല്ലാം അറിയാട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണ് ടീച്ചർ. അച്ഛയ്ക്ക് ഒന്നും അറിയാത്തേ. മുഖം ചുളിച്ചുകൊണ്ട് പോകാനൊരുങ്ങിയ അവളുടെ കവിളുകളിൽ തലോടിയിട്ട് അച്ഛൻ ചിരിച്ചു. അച്ചോടി എൻ്റെ കുറുമ്പത്തി. നിർമ്മല ടീച്ചറിന് ഒന്നും അറിയില്ലെന്ന് അച്ഛൻ പറഞ്ഞില്ലല്ലോടാ മുത്തേ. അച്ഛയുടെ പൊന്നുമോൾ ഇങ്ങോട്ട് നോക്കിയേ. നമ്മുടെ കാശിത്തെറ്റി കണ്ടോ? കണ്ടല്ലോ. ചെമ്പകപ്പൂവോ? അതും കണ്ടു. വാതിൽപ്പടിയിൽ ഒളിച്ചിരിക്കുന്ന 4 മണിയെയോ? അച്ഛേ, നന്തൂട്ടി ഈ വീട്ടിലെ കുട്ടിയാട്ടോ. എനിക്കിതെല്ലാം അറിയാം. അച്ഛൻ ഒരുപാട് ചിരിച്ചു. അതല്ലടാ വാവേ, ഈ പൂക്കളൊക്കെ വിരിയുന്നത് എങ്ങനെയാ? മോളുടെ നിർമ്മല ടീച്ചർ മോക്ക് പറഞ്ഞു തന്നത്. കരളിലെ പൂക്കൾ വിരിയാൻ വെള്ളവും ധാതുക്കളും ഒന്നും വേണ്ട. പിന്നെ എന്താ വേണ്ടി അച്ഛേ? പ്രണയം മാത്രം മതി. പ്രണയോ? അതെന്താ? അത് അച്ഛയ്ക്ക് അമ്മയോടുള്ളതാ. ഒരു കള്ളച്ചിരിയോടെ അച്ഛൻ പറഞ്ഞു. അമ്മയ്ക്ക് അച്ഛയോടില്ലേ? ഉണ്ടല്ലോ. അച്ഛയ്ക്കും അമ്മയ്ക്കും നന്തൂട്ടിയോടില്ലേ? ഉണ്ടല്ലോ. വാത്സല്യം കലർന്ന സ്നേഹം. ഞങ്ങളുടെ ജീവനല്ലേ നീ? ആണോ? അതേലോ. അച്ഛൻ അവളെ വാരിയെടുത്ത് ഉമ്മ വെച്ചു. അച്ഛേ, എനിക്കാരോടെങ്കിലും പ്രണയമുണ്ടോ? എൻ്റെ നന്തൂട്ടിക്കിപ്പോൾ എല്ലാവരോടും സ്നേഹ. കുറേ വലുതാവുമ്പോൾ നന്ദൂസിനോട് കൂട്ടുകൂടാൻ ഒരു മിടുക്കം വരുമല്ലോ. ശ്രീയേട്ടനാണോ അച്ഛേ? അതച്ഛയ്ക്ക് എങ്ങനെ അറിയാം? ശ്രീകുട്ടനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അച്ഛൻ മോൾക്ക് വേറൊരു സുന്ദരനെ കൊണ്ട് തരും. എന്നോട് ആരും കൂട്ടുകൂടില്ലച്ചേ. അതെന്താ? എൻ്റെ മോൾ ആരോടെങ്കിലും വഴക്ക് കൂടിയോ? പെട്ടെന്ന് നന്തൂട്ടിയുടെ മുഖം വാടി. നിലത്തേക്ക് നോക്കി നിന്ന അവളുടെ താടി പിടിച്ചുയർത്തിക്കൊണ്ട് അച്ഛൻ ചോദിച്ചു, എന്തേ? അച്ഛയ്ക്കും അമ്മയ്ക്കും മാത്രാട്ടോ നന്തൂട്ടി സുന്ദരി മോള്. എൻ്റെ കൂട്ടുകാരൊക്കെ പറയണേ ഞാൻ ഭംഗിയില്ലാത്ത കുട്ടിയാണെന്നാ. ആരാ എൻ്റെ ചുന്ദരക്കുട്ടിയെ നോക്കി അങ്ങനെ പറഞ്ഞത്? ആ വിനു തോമസ്. അതാരാപ്പോൾ അങ്ങനെ ഒരു വില്ലൻ? എൻ്റെ ക്ലാസ്മേറ്റാ. അതെയോ? ആട്ടെ, അവൻ എന്താ അങ്ങനെ പറഞ്ഞത്? അവൻ എൻ്റെ കൂട്ടുകാരി അഞ്ജലിയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ആഹാ, എന്നിട്ട്? അവൾ ഇഷ്ടമല്ലെന്നും പറഞ്ഞു. അതെന്താ? അവൾ പൈലറ്റിനെ കല്യാണം കഴിക്കുള്ളൂ. അതെന്തേ? അവളുടെ അച്ഛൻ അറബിയുടെ അടുത്താണേ. പൈലറ്റിനെ കല്യാണം കഴിക്കുവാണേൽ അച്ഛൻ്റെ അടുത്തേക്ക് പൈസ കൊടുക്കാതെ വിമാനത്തിൽ പോകാമെന്ന് പറഞ്ഞു. ഈ കുഞ്ഞുങ്ങളുടെ മനസ്സെല്ലാം ഓർത്തിട്ടാകും അച്ഛൻ മന്ദഹസിച്ചത്. ഇതും നന്ദുക്കുട്ടിയുടെ വിഷമവും തമ്മിൽ എന്താണാവോ ബന്ധം? അതച്ഛേ, വിനു തോമസിനെ കണ്ടപ്പോളേ എനിക്ക് പാവം തോന്നി. അതുകൊണ്ട് നന്ദൂട്ടിക്ക് സമ്മതമെന്ന് പറഞ്ഞു. എന്തിന്? അവനെ കല്യാണം കഴിക്കാൻ. എന്തൊരു നിഷ്കളങ്കതയോടെയാണ് അവളങ്ങനെ പറഞ്ഞത്. നീ കൊള്ളാലോടി കാന്താരി. വേദനിപ്പിക്കാതെ അച്ഛൻ അവളുടെ ചെവിക്ക് പിടിച്ചു. അച്ഛൻ നന്തൂട്ടിക്ക് വേദനിക്കും. വേദനിക്കട്ടെ, കുറുമ്പ് കാണിച്ചിട്ടല്ലേ. അച്ഛൻ പേടിക്കണ്ട, വിനു തോമസിന് എന്നെ ഇഷ്ടമല്ലെന്ന്. അതെന്തേ? അതാണോ അച്ഛയുടെ മാവേ? അച്ഛയുടെ മാവയുടെ മുഖം തിരിയണഞ്ഞ് വിളക്ക് പോലെ ഇരിക്കണേ. നന്ദൂട്ടിക്ക് നിറം കുറവാന്നാ പറഞ്ഞേ. അവന് പാലിൻ്റെ നിറമുള്ള കൊച്ചിനെ മതിയെന്ന്. അതും പറഞ്ഞ് വീർപ്പിച്ചിരിക്കുന്ന അവളുടെ മുഖത്ത് അച്ഛൻ തലോടി. അച്ഛേ,
മോൾക്ക് എന്താ പാലിൻ്റെ നിറമില്ലാത്തത്? അതോ അച്ചയ്ക്ക് പാലിനേക്കാളും ഇഷ്ടം നമ്മുടെ മമ്മദിക്കയുടെ കടയിലെ സുലൈമാനിയാ. അതുകൊണ്ട് അച്ഛ ദൈവത്തിനോട് പറഞ്ഞു സുലൈമാനിയുടെ നിറമുള്ളൊരു പൊന്നുംകുടത്തിനെ തരാൻ. ആണോ? അതെന്നേ. നമ്മൾക്ക് വിഷമമില്ല കേട്ടോ. എൻ്റെ അച്ഛയ്ക്ക് ഇഷ്ടപ്പെട്ടാൽ മതി എന്നെ. വാരി എടുത്തുകൊണ്ട് അവളെ ഇറുകിപ്പുണർന്ന അച്ഛൻ സുഖമുള്ള ഓർമ്മകളിൽ കാലടി വെച്ചുകൊണ്ട് ഗോണിപ്പടികൾ ഓരോന്നായി കയറി നന്ദിത മുകളിലെത്തി. മുറിയിൽ സിയേറ്റിനില്ല, പാട്ടും കേൾക്കാനില്ലല്ലോ. സുഭദ്രേപ്പ ഇന്നലെ കൂടി സഹാരിച്ചതേ ഉള്ളൂ ശ്രീയേട്ടൻ്റെ മുറി വൃത്തിയാക്കുന്നില്ലെന്നും പറഞ്ഞ് നന്ദിത അകത്തേക്ക് കയറി. എത്രയോ തവണ വധുവായി പട്ടുചേലയും ചുറ്റി മനസ്സുകൊണ്ട് താനീ മുറിയിൽ കിടന്നു കഴിഞ്ഞിരിക്കുന്നു. അവൾ പതിയെ ഭിത്തിയോട് ചാരി വെച്ചിരിക്കുന്ന കണ്ണാടിയിലേക്ക് നോക്കി. മുല്ലപ്പൂവൊക്കെ വാടിത്തുടങ്ങിയിരിക്കുന്നു. കസവ് സാരിയുടെ തുമ്പറ്റം ചുളുങ്ങിക്കൂടിയിട്ടുണ്ട്. രാവിലെ എടുത്തണിഞ്ഞ ചമയമൊക്കെ വിയർപ്പൊഴുകി കളഞ്ഞിരിക്കുന്നു. എന്താ ഒരു പുതുമയുള്ള ഇളം കറുപ്പാർന്ന കഴുത്തിലുണ്ട് മഞ്ഞൾ നനഞ്ഞൊരു തങ്കത്താലി. നെറ്റിയിലേക്ക് എത്തി നോക്കുന്ന മുടിയിഴകൾ അവൾ മാടിയൊതുക്കി. വിരലിൽ ചുവപ്പ് തൊട്ടു. കണ്ടത്തിനോട് ചേർന്ന് താലി വന്നപ്പോൾ നെറ്റിത്തടത്തിന് അസൂയ തോന്നിയിരിക്കാം. അതിനൊരാശ്വാസമായിരിക്കുമല്ലോ ഈ സിന്ദൂരപ്പൊട്ട്. വെളിച്ചം മങ്ങിത്തുടങ്ങി. ഇപ്പോഴാണ് നന്ദിതയ്ക്ക് കാഴ്ചകൾ വ്യക്തമായി തുടങ്ങിയത്. മുല്ലപ്പൂയോടെ അതിനു പകരം എണ്ണ പൊത്താത്ത മുടിയിഴകൾ പല ദിശകളിലേക്ക് പാറിപ്പറന്നിരിക്കുന്നു. കസവിൻ്റെ ചേലയിട്ടു അലക്കിയും ദ്രവിച്ചു തുടങ്ങിയ ധാവണിയിലേക്കുള്ള രൂപാന്തരം. തങ്കത്താലിയുടെ തിളക്കം കറുത്ത ചരടിൻ്റെ ഇരുട്ടായി. സിന്ദൂരരേഖയ്ക്ക് വിള്ളൽ ബാധിച്ചു. ഒന്നു മാത്രം മാറിയില്ല, വിയർപ്പിൻ്റെ ഗന്ധമുണ്ട്. പക്ഷെ ആഘോഷങ്ങൾക്കിടയിലെ സുഗന്ധം കലർന്നതിനു പകരം അടുക്കളയിലെ എച്ചിൽ പാത്രങ്ങളുടെയും പൊന്തുന്ന പുകയുടെയും മുഷിഞ്ഞു നാറുന്ന തുണികളുടെയും ഓർമ്മപ്പെടുത്തലാണെന്ന് മാത്രം. നന്ദിത ചെറുതായൊന്ന് പിടഞ്ഞു. നിമിഷ നേരത്തേക്കെങ്കിലും കണ്ടത് സത്യമായിരുന്നെങ്കിലും നാശിച്ചുപോയി. കണ്ണാടിയോട് തലചേർത്ത് അവൾ നിശബ്ദം കരഞ്ഞു. എനിക്ക് ശ്രീയേട്ടനെ വിധിച്ചിട്ടില്ല ദേവി. ആത്മഗതം കണ്ണീരി ചാലിച്ചുകൊണ്ടവൾ ആരോടെന്നല്ലാതെ പറഞ്ഞു തേങ്ങി. പെട്ടെന്ന് പുറകിലൊരു ശബ്ദം കേട്ടവൾ തിരിഞ്ഞു. ശ്രീയേട്ടൻ്റെ പുസ്തകങ്ങളെല്ലാം നിലത്ത് കിടക്കുന്നു. ഈശ്വര, ആരാ അത്? താൻ പറഞ്ഞെന്തെങ്കിലും കേട്ട് കാണുമോ? നന്ദിത നെഞ്ചിരിപ്പോടെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കി. ആരുമില്ല. തോന്നിയതാവാം. എന്നാലും ഈ പുസ്തകങ്ങൾ എങ്ങനെ താഴേക്ക് വീണു? സംശയത്തോടെ ഓരോന്ന് നിലത്തു നിന്നെടുക്കവേ പിന്നിൽ നിന്നും വിളി കേട്ടു. നന്ദു. നോക്കിയപ്പോൾ ശ്രീയേട്ടൻ. ഓടിപ്പിടിഞ്ഞവൾ താഴേക്ക് പാഞ്ഞു. തുടരും.